KSF എന്നൊക്കെ ചിട്ടി എടുക്കുമ്പോ ഒരാൾ ജാമ്യക്കാരനായിട്ട് ഉണ്ടാവുമല്ലോ. അപ്പൊ ആരാണ് രമേശ് നാർക്ക് ജാമ്യം നിന്നത്? ആരാണ് ജാമ്യക്കാരൻ? പുള്ളിയാണ് നിന്ന്. അമ്മയാണോ പുള്ളിയാ? ജാമ്യാണ്. മെമ്പറാണ് ജാമ്യം നിന്നത്. മെമ്പറാണ് ജാമ്യം നിന്നത്. അതെ. മെമ്പറിന്ന് വന്നേ. ഈ KSF എന്നൊക്കെ ചിട്ടിയെടുക്കുമ്പോഴേ ഈ ജാമ്യം നിൽക്കുന്ന ആളുണ്ടല്ലോ, സർക്കാർ ജോലിക്കാരനായിരിക്കണം. തീർച്ചയായിട്ടും. മെമ്പർ സർക്കാർ ജോലിക്കാരനാണോ? മെമ്പർ സർക്കാർ ജോലിക്കാരനാണോ? അല്ലെങ്കിൽ സർക്കാർ നമ്മുടെ അടുത്ത ഇതായോണ്ട് ഞാൻ മെമ്പർ സർക്കാർ ജോലിക്കാരനാണോ? അതെ. പിന്നെ ഈ ജാമ്യം നിൽക്കാനുള്ള ആളെ ശരിയാക്കി തന്നത് പുള്ളിക്കാരനാണ്. ഞാൻ ജാമ്യം നിൽക്കാനുള്ള ആളെയാണ് മെമ്പർ റെഡിയാക്കി കൊടുത്തത്. ഓക്കെ, ജാമ്യം നിൽക്കാനുള്ള ആളെ മെമ്പർ റെഡിയാക്കി. അപ്പൊ ഈ ജാമ്യം നിന്ന ആളാരാ? അപ്പൊ ഈ ജാമ്യം നിന്ന ആളാരാ? ജാമ്യം നിന്ന ആളാരാ? സുമാരൻ നായർ എന്ന് പറഞ്ഞു. സുഗു എന്ന് പറഞ്ഞവരാ അറിയാം. സുഗുവിന്റെ ജോലി വെള്ളം കുടിക്കും. വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കും. നീയൊക്കെ വെള്ളം കുടിക്കും. നീയൊക്കെ വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചിട്ട് പറ, ഈ സുഗുവിന്റെ ജോലി എന്താണ്? പറയാം സാറേ. ടെൻഷൻ കൊണ്ടാണ് സാർ. ടെൻഷൻ കൊണ്ടാവും. ഓക്കെ, ഇനി പറ, എടാ ഈ സുഗുവിന്റെ ജോലി എന്താ? പറ. സുഗുവിന്റെ ജോലി പറ. സുഗുവിന്റെ ജോലി പറയണോ? ഞാൻ പറഞ്ഞു. സുഗുവിന്റെ ജോലി പറ. ഇനി പറ, സുഗുവിന്റെ ജോലി പറ. സുഗുവിന്റെ ജോലി സുഖം എന്ന് വെച്ചാൽ സാർ, ഇത് പിന്നെ സർക്കാർ ഓഫീസിലെ അധ്യാപനാണ് സാർ. അതെ, സർക്കാർ. അപ്പൊ അല്ല സർക്കാർ ഓഫീസിലെ ഈ പറയടാ, എന്താണ് ജോലി? സർക്കാർ ആശുപത്രിയിലെ അധ്യാപകനാണ്. സർക്കാർ ആശുപത്രിയിലെ അധ്യാപകനാ? അല്ല സാർ, സർക്കാർ വലിയ ഓഫീസിലെ കളക്ടറാണ്. ഇവൻ എന്തൊക്കെയാണ് ഈ പറഞ്ഞത്? പറയണോ? അല്ല സാർ, സർക്കാർ സ്കൂളിലെ അധ്യാപകനാണ് സാർ. സർക്കാർ സ്കൂളിലെ അധ്യാപകനാണ് സുഗു. അതെ. ഈ സുഗുവിന്റെ നമ്പർ പറഞ്ഞേ. ഈ സുഗുവിന്റെ നമ്പർ പറ. പൊളിഞ്ഞല്ല, ഫോണെടുത്തില്ല ഞാൻ. ഇത് എന്റെ ഫോണല്ലേ? ഈ പോക്കറ്റ് ചെയ്യണത് എന്റെ ഫോണല്ലേ? 2 ഫോൺ ഉണ്ടല്ലോ. ഡിസ്പ്ലേ പൊട്ടിയിട്ടേ വർക്കാൻ്റെ. സുഗുവിന്റെ നമ്പർ പറ. കളിയുടെ നമ്പർ പറയാം. സുഗുവിന്റെ നമ്പർ 98 47 67 എഴുതിക്കോ. 98 47 67 എന്റെ അമ്മയുടെ 58 58 20 16. ശരിയാക്കി. വെറുതെ തന്നെ ശരിയാക്കി. കൊടുത്തേ. തന്റെ നമ്പർ. ഓക്കെ.